ജീവിതത്തിന് ചില റിസ്കുകൾ ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ. ഞാൻ ഒരാളെ സഹായിച്ചാൽ, ഞാൻ പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ വീട്ടിൽ നിന്ന് പോയാൽ, ഞാൻ ഒരു ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാൽ എനിക്കെന്തെങ്കിലും പറ്റുമോ? ഇങ്ങനൊരു ചിന്ത എന്നെ ആകുലപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരാണ് മതം. എന്നാൽ സമറായക്കാരൻ എന്താ ചിന്തിച്ചെന്നറിയാമോ? ഞാൻ ഇവനെ തൊടാതിരുന്നാൽ, ഞാൻ ഇവൻ്റെ മുറിവ് വെച്ച് കെട്ടാതിരുന്നാൽ ഇവൻ എന്നാ പറ്റും. ഇതാണ് സ്പിരിച്വാലിറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ബൈബിളിൻ്റെ എല്ലാ പാഠങ്ങളും ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നതാണ്. ഞാൻ ഇവനെ തൊടാതിരുന്നാൽ, എൻ്റെ പാവപ്പെട്ട പ്രിയപ്പെട്ട അനേക മനുഷ്യരെ ഈ കാലഘട്ടത്തിൽ ഐസൊലേറ്റഡ് ആയിട്ട് കഴിയുന്നുണ്ട്. അവനെ ഞാൻ തൊടാതിരുന്നാൽ അവൻ എന്നാ പറ്റും എന്നൊരു നോവ്, ഒരു നനവ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കത്തും. വളരുവാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായ ഒരു പാഠമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ ആഴ്ച എന്താണ് നമ്മൾ ധ്യാനിച്ച വിഷയം. ഇതിനിടയ്ക്ക് ഒത്തിരിയേറെ തിരക്കുകളൊക്കെ വരുന്നത് കൊണ്ട് ഓർക്കാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും നിങ്ങളത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ യൂട്യൂബിലൊക്കെ അത് കിടപ്പുണ്ട്, ടോക്കുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായ ഒരു പാഠമാണ്. ഞാനും നിങ്ങളുമൊക്കെ പെട്ടെന്ന് വഴുതി വീഴാൻ സാധ്യതയുള്ള ഒരു അപകടമാണ്, ആത്മീയ അപകടമാണ് നമ്മുടെ മതാത്മകത. മതഭക്തരായി ജീവിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മളത് കണ്ടു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ മതത്തിൻ്റെ ഭാഗമായി കുറേ അനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും വിധികളുടെയും കാർമ്മികരായി ജീവിച്ച് മരിച്ചു പോകും. നമ്മൾ കരുതും ഇതാണ് സ്പിരിച്വാലിറ്റി, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം, നമ്മൾ ശരിയായ വഴിയിലൂടെയാണ് നടക്കുന്നതെന്ന് കരുതും. പക്ഷേ ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ബൈബിളിലെ പാഠങ്ങളിൽ സൂക്ഷ്മമായി വീക്ഷിച്ചാൽ രണ്ട് പാതകൾ ഒരേപോലെ സഞ്ചരിക്കുന്നത് കാണാം. ഒന്ന് മതത്തിൻ്റെ പാതയാണ്. അനുഷ്ഠാനങ്ങളുടെയും വിധികളുടെയും ആചാരങ്ങളുടെയും അറിവിൻ്റെയും കൃത്യമായൊരു പാത, അതിലൂടെ സഞ്ചരിക്കുന്ന 95% ആൾക്കാരുണ്ട്. എന്നാൽ അതിനോട് ചേർന്ന് ദൈവം മറ്റൊരു പാത തെളിച്ചിട്ടിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാത. അതാണ് ആത്മീയ പാത. ഈ മതത്തിൻ്റെ പാതയിലൂടെ നടക്കുന്നവർ തെറ്റ് ചെയ്യുന്നവരല്ല, അവർ പാപികളല്ല, അവർ പാപത്തിനടിപ്പെട്ട് ജീവിക്കുന്നവരല്ല, മറിച്ച് അവർ ശരിയാണ് എന്ന് കരുതി ഇങ്ങനെ ജീവിച്ചു പൊയ്ക്കൊണ്ടേയിരിക്കും. അവർക്ക് വചനമറിയാം, ആത്മാവിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ട്, നിത്യതയെക്കുറിച്ച് ബോധ്യമുണ്ട്, അവർക്കും സ്വർഗം വേണമെന്ന് ആഗ്രഹമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, ദശാംശം കൊടുക്കും, സാബത്തനുഷ്ഠിക്കും. അവർക്ക് വചനം കാണാപ്പാടം അറിയാം. പക്ഷേ ഈ വചനത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിൽ ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെയും ആഘോഷങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പൂജാവിധികളുടെയും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി ദൈവത്തിന് കൃത്യമായി കൊടുക്കേണ്ട നേർച്ചകളുടെയും ആദ്യഫലങ്ങളുടെയും ബലികളുടെയും ഒക്കെ വഴികളിലൂടെ നടന്ന് ഒടുവിൽ അവർ നരകത്തിൽ വീഴുമെന്ന് മത്തായി 23:33 പറയും. അങ്ങനെ നടന്നവരാണ് ഫരീസയർ. ഫരീസയർ ഇതെല്ലാം അനുഷ്ഠിച്ചു. ഈശോയെപ്പോലെ പള്ളിയിൽ പോയി, ഈശോയെക്കാളും നന്നായി പ്രാർത്ഥിച്ചു, ഈശോയെക്കാളും ഉപവസിച്ചു, ഈശോയെക്കാളും അവരുടെ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും മതാത്മകത അവർ പുലർത്തി. പക്ഷേ ഈശോ അവരെ നോക്കി പറയുകയാണ്, നരകത്തിൻ്റെ എരുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്കെങ്ങനെ കഴിയും? നമ്മളും പള്ളിയിൽ വരും, പ്രാർത്ഥിക്കും, പെരുന്നാൾ നടത്തും, കൃത്യമായി മാസവരി കൊടുക്കും, കണക്ക് കൊടുക്കും, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു മതാത്മകതയുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട മക്കളെ, ബൈബിൾ അതിനോട് ചേർത്തിടുന്ന ഒരു അദൃശ്യപാതയുണ്ട്. അതാണ് ആത്മാവിൻ്റെ പാത, ആത്മനിറവിൻ്റെ പാത, പരിശുദ്ധാത്മാവിൻ്റെ പാത. ഒരു പള്ളിയിൽ പരിശുദ്ധാത്മാവ് ഈ ജീവൻ്റെ വൃക്ഷമാണ്. അത് നഷ്ടമായാൽ ഇതൊരു ചടങ്ങായി, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി, ഇതൊരു സംവിധാനം മാത്രമായി പോകും. ഇത് ഒരു സ്ഥാപനമായി മാത്രം മാറും. എന്നാൽ ഈ ജീവൻ്റെ വൃക്ഷം, ആത്മാവ്, ഈ പാത, ജീവനദി, ഇത് നമുക്ക് നഷ്ടമാകരുത്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിലെ
എല്ലാ ധ്യാനങ്ങളിലും നമ്മൾ ഇനി കുറച്ച് നാളത്തേക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആഴപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ചിന്ത നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയാണ്. മതത്തിൽപ്പെട്ട് മരിച്ചു പോകരുത്, ആത്മാവിനാണ് ജീവൻ തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിലൂടെ ചെറിയ ചെറിയ പാഠങ്ങൾ അങ്ങിങ്ങായിട്ട് പെറുക്കിയെടുത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന ഈ ആത്മീയ വഴികൾ, അതിൻ്റെ അറിവ്, അതിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് മാത്രമല്ല, അത് അനുഷ്ഠിക്കാനുള്ള നമ്മുടെ ഇച്ഛാശക്തി, അതാണ് നമുക്ക് ജീവൻ തരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ട പാഠം, ഈ ആഴ്ചയിൽ നമ്മൾ കാണാൻ പോകുന്ന പാഠവും എല്ലാം ഈ ഡിഫറൻസ്, ഈ രണ്ട് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധയുള്ളവരാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ ഒത്തിരി തിരക്കുള്ളവരാണ്, ലോകത്തിലാണ്, ബിസിനസ്സിലാണ്, ആളുകളോട് നിരന്തരം ബന്ധത്തിലാണ്, ലോകത്തിൻ്റേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമൊക്കെ നമ്മളെയും ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അപ്പോഴും നമ്മുടെ ആത്മാവിൽ ഈ രണ്ട് വഴികളെക്കുറിച്ച് വ്യക്തമായ ഒരു വിവേചനം നമ്മൾ സൂക്ഷിക്കാൻ പഠിക്കണം. ഇതാണ് ആത്മാവിൻ്റെ വെട്ടമെന്ന് പറയുക, വെളിച്ചമെന്ന് പറയുക. ഈ ഒരു ജ്ഞാനം നമുക്കുണ്ടാകണം. ലോകത്തിലാണ്, ലോകത്തിൻ്റേതായ തിരക്കുകളുണ്ട്, ഞെരുക്കമുണ്ട്, ബാധ്യതകളുണ്ട്, ബന്ധങ്ങളിൽ പലപ്പോഴും വീഴ്ചകളുണ്ട്, നന്മയുണ്ട്. ഈ തിരക്കുകൾക്കിടയിലും ആരാണ് ജ്ഞാനി? ബൈബിൾ പറയുന്നത് വിവേകി ആരാണ്? ആത്മാവിൽ ഇത്തിരി വെട്ടം തെളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ കൂട്ടിൻ്റെ ഇടയ്ക്കും ബന്ധങ്ങളുടെ ഇടയിലും നമുക്ക് ഒരല്പം വെളിച്ചം, ആത്മീയ വെട്ടം ആവശ്യമാണ്. അതാണ് നമ്മളെ നിത്യതയിലെത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഡിഫറൻസ്, ഈ ഒരു വ്യത്യാസം, ഇത് രണ്ടും തമ്മിലുള്ള കൃത്യമായ ഒരു ചെറിയ ഒരു ഇടനാഴി കണക്കെയാണ് ഇത് തമ്മിലുള്ള വേർകൃത്യം. പെട്ടെന്ന് നമ്മൾ ആത്മീയരാണെന്ന് കരുതി മതത്തിൽപ്പെട്ട് ജീവിക്കാം. വളരെ പെട്ടെന്ന് ശ്രദ്ധയില്ലാതെ ജീവിക്കുന്നത് വഴി നമ്മളെല്ലാം അനുഷ്ഠിച്ചു, ചെയ്തു, പ്രാർത്ഥിച്ചു, കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു, ചടങ്ങും കടമയും നിർവഹിച്ചു എന്ന് കരുതി ജീവിച്ച് മരിച്ചു പോകാം. ആര് പറഞ്ഞു? ഈശോ പറഞ്ഞതുകൊണ്ടാണ് ഈ വിഷയം സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതെല്ലാം അനുഷ്ഠിച്ച ഫരീസയരോട് പറഞ്ഞു, നിങ്ങൾ നരകത്തിൻ്റെ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റും? ഒഴിഞ്ഞു മാറാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത്രയും വിശുദ്ധരായി ജീവിച്ച അവരാരും വ്യഭിചാരികളോ മോഷ്ടാക്കളോ പിടിച്ചുപറിക്കാരോ കള്ളം പറയുന്നവരോ അല്ല. മോശയുടെ നിയമം അച്ചട്ടായിട്ട് അനുസരിച്ച് ജീവിച്ചവരാ. പക്ഷേ they will all end up in hell. അവരുടെ എല്ലാം അവസാനം ഈ നരകത്തിലായിരിക്കും എന്ന് കർത്താവ് പറയുന്നത് കൊണ്ടാണ് ഈ വിഷയം സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്ക് വചനത്തിൻ്റെ ഒരല്പം ആഴങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ ഇവിടെ ആരാധനയ്ക്ക് വരുന്നവർ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് വെറുതെ കുറേ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്നവരല്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ഇടം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം നിങ്ങൾ പരിശോധിച്ചാൽ മതി, നിങ്ങളുടെ ജീവിത വഴികളിൽ ദൈവം എവിടെയൊക്കെയോ നിങ്ങളെ കാതലായി തൊട്ടവരാണ് ഇവിടെ ഇരിക്കുന്നവർ. എൻ്റെ അടുത്തൊരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അനുഭവിക്കുന്നതായ ഒരു ക്രൈസിസ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ എല്ലാവരും ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തിലാണ്. അപ്പോൾ ആ മനുഷ്യൻ മാതാവിനോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് വലിയ ക്രൈസിസ് അനുഭവിക്കുകയാണ്. പലപ്പോഴും മറുപടി പറയാൻ അറിയത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാതാവ് ഒരു സ്പർശനം കൊടുത്തിട്ടുണ്ട്. അമ്മ എന്നൊരു ചിന്ത, എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിക്കും. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ദൈവീക ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ ജീവിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നിങ്ങളെ കർത്താവ് തൊട്ടിട്ടുണ്ട്. ഇന്ന് എന്നെ കാണാൻ വന്നൊരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം പറയായിരുന്നു. ഞാൻ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ദൈവം തൊടുന്ന ചില വഴികളൊക്കെ. അദ്ദേഹത്തിൻ്റെ ജീവിത സഖി, അദ്ദേഹത്തിൽ അത്ര വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഒരു ധ്യാനത്തിന് പോയി, ഒടുവിൽ ആ ധ്യാനത്തിൽ ക്രൂശിത രൂപത്തെ ആ ജീവിത സഖി അമ്മ ഒന്ന് തൊട്ടു. പിന്നീട് ആ ക്രൂശിത രൂപത്തിൽ നിന്ന് കൈയെടുക്കാൻ പറ്റുന്നില്ല. വാവിട്ട് നിലവിളിക്കുകയാണ് ഈ അമ്മ ധ്യാനകേന്ദ്രത്തിൽ വെച്ച്, എനിക്ക് കൈ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ദൈവിക ഇടപെടൽ. ഞാൻ വിചാരിക്കുകയാണ്, ദൈവമേ, ഈ ദൈവിക ശക്തിയൊക്കെ ഇറങ്ങി മനുഷ്യരെയൊക്കെ അങ്ങ് പിടിച്ചു നിർത്തുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ദൈവം തൊട്ട
ഒരുപടി ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാത്തവർക്കൊന്നും ഇങ്ങനെ ഒരു ധ്യാനത്തിൽ ഈ കോവിഡ് കാലത്തൊന്നും വന്നിരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം എവിടെയൊക്കെയോ തൊട്ടവരാണ് അവർ ഈ ദൈവ ആരാധനയ്ക്ക് വരുന്നവർ. അപ്പോഴിങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വകാര്യമായ ജീവിതാനുഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ചില രാത്രികളിൽ ദൈവം തൊട്ട് ഉണർത്തിയത്, ചില പ്രതിസന്ധികളിൽ ദൈവം ഞാൻ പോലും അറിയാതെ എന്നെ പൊക്കിയെടുത്ത് രക്ഷപ്പെടുത്തി മാറ്റിവെച്ചത്, മരണകരമായ കരം എന്നെ തൊട്ടപ്പോൾ ജീവിതം തണുത്തുറഞ്ഞു പോകുമെന്ന് ഉറപ്പായപ്പോഴും ആശുപത്രിയുടെ ICUവിൽ കിട്ടിയിട്ടപ്പോഴുമൊക്കെ അതിൽ നിന്നൊക്കെ ദൈവം പിടിച്ച് മാറ്റി. ലോകവും ഡോക്ടറുമൊക്കെ വിധിയെഴുതിയതാണ് ഇനി ഇവൻ രക്ഷപ്പെടില്ല എന്ന്. അങ്ങനെയുള്ള കേസുകളൊക്കെ എടുത്ത് കർത്താവ് പിടിച്ച് തൊട്ട് മാറ്റിയൊക്കെ വെക്കുക എന്ന് പറയുമ്പോൾ ഈ സ്പർശനമുള്ളവരെയാണ് ദൈവം ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ വിഷയം ഗൗരവത്തോടെ അല്പം കൂടി ആഴമുള്ളതായി എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടാലല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല, ആർക്കും വരാൻ പറ്റില്ല. അപ്പം എൻ്റെ അർത്ഥം സ്വർഗത്തിലെ അപ്പൻ ആകർഷിച്ചു എന്ന് വെച്ചാൽ നോട്ടമിട്ടു നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. സ്വർഗം തൊട്ട ആളാണ് നീ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗം നോട്ടമിട്ട ആളാണ് നീ, മറക്കരുത്. അല്ലാത്തവർക്ക് വരാൻ പറ്റില്ല. എത്ര ഉപദേശിച്ചാലും, വരാൻ വേണ്ടി വണ്ടിക്കൂലി തയ്യാറാക്കിയാലും, വണ്ടി പിടിച്ചു വെച്ചാലും വരാൻ പറ്റില്ല. സ്നേഹമുള്ളവരെ, അത് വിശ്വസിക്കണം. ദൈവം എല്ലാവർക്കും എല്ലാ കൃപകളും കൊടുക്കില്ല. നിങ്ങൾക്ക് കിട്ടിയ കൃപയോർത്ത് ദൈവത്തിന് നന്ദി പറയണം. നമുക്ക് ഈ ആഴമുള്ള ജീവിത ചിന്തകളിലേക്ക് പ്രവേശിക്കാൻ ദൈവം വിളിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ വളർത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ഒരിക്കൽ ഒരു കൃപ തുടങ്ങി വെച്ചാൽ അത് പൂർത്തിയാക്കും. ദൈവം മനുഷ്യനല്ല, ദൈവം ദൈവമാണ്. ദൈവം ഒരാൾക്കൊരു കൃപ തുടങ്ങി വെച്ചാൽ അത് പൂർത്തിയാക്കാതെ നിൻ്റെ ജീവനെ തൊടാൻ പിശാചിന് പറ്റില്ല. ഒരു മനുഷ്യന് നിന്നെ പിടിച്ചു പൂട്ടാൻ പറ്റില്ല. അത് പൂർത്തിയാക്കിയിരിക്കും ദൈവം. വിശ്വസിച്ച് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പം ദൈവത്തിൻ്റെ ഈ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഭൂമിയിൽ ദൈവം ഏദൻ തോട്ടത്തിൽ എല്ലാം സൃഷ്ടിച്ചു. പക്ഷെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യന് ദൈവം കൊടുത്തൊരു വലിയ ഒരു കൃപയുണ്ട്. വെളിച്ചത്തിന് കൊടുക്കാത്ത ഒരു കൃപ, വൃക്ഷത്തിന് കൊടുക്കാത്തൊരു കൃപ, ഗ്രഹങ്ങൾക്ക് കൊടുക്കാത്തൊരു കൃപ മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ കൃപയെന്നറിയാമോ? ആ കൃപയുടെ പേരാണ് തിരഞ്ഞെടുക്കാനുള്ള കൃപ, ദ ഫ്രീഡം ഓഫ് ചോയ്സ്. വെളിച്ചത്തിന് ആ ഒരു അനുഗ്രഹമില്ല. വെളിച്ചത്തിന് പ്രഭ ചൊരിഞ്ഞേ പറ്റൂ. വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചത്തിന് പറയാൻ പറ്റത്തില്ല സൗകര്യമില്ലെന്ന്, അല്ലേ 10 ഡിഗ്രി കുറച്ചേ ഞാൻ തരത്തുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. വെളിച്ചത്തിന് വെളിച്ചം കൊടുത്തേ പറ്റും. ദൈവം സൂര്യനെ സൃഷ്ടിച്ചു, ചന്ദ്രനെ സൃഷ്ടിച്ചു, പ്രപഞ്ചത്തിലെ ആകാശഗോളങ്ങളെ, ധാരാളം നക്ഷത്രഗോളങ്ങളെ സൃഷ്ടിച്ചു. ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം കൃത്യമായ ഒരു പാത ദൈവം വിരിച്ചിട്ടിട്ട് പറഞ്ഞു, ഇതുവഴി നീങ്ങിക്കോണം. അത് കോടാനുകോടി വർഷങ്ങളിലും ഇങ്ങനെ 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 നീങ്ങിക്കോണം. ഇത് നാളെ തീരുമാനിക്കാൻ പറ്റില്ല, ഞാൻ ഇങ്ങോട്ട് കയറി നീങ്ങുമെന്ന് പറ്റില്ല. അതിനാ വഴിയിലൂടെ നീങ്ങാൻ പറ്റും. അതിന് സ്വാതന്ത്ര്യമില്ല. ദർ ഇസ് നോ ഫ്രീഡം ഓഫ് ചോയ്സ്. ദൈവം വൃക്ഷം സൃഷ്ടിച്ചു, മാവിന് തീരുമാനം എടുക്കാൻ പറ്റില്ല. നാളെ ഞാൻ ഓറഞ്ചാണ് കൊടുക്കാൻ പോകുന്നത്, മാവിന് തീരുമാനം എടുക്കാൻ പറ്റില്ല. അത് 2000 വർഷം കഴിഞ്ഞാലും മാവിന് എന്തായിട്ടേ കൊടുക്കാൻ പറ്റൂ? തേങ്ങായോ? മാങ്ങ. മാവിന് മാങ്ങായെ കൊടുക്കാൻ പറ്റും. എന്നാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വാക്യങ്ങൾ. പ്രഭാഷകൻ 15-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വാക്യങ്ങളിൽ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. ദൈവമായ കർത്താവ് നമ്മളെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന്. വായിക്കാം. 15, 16, 17 വാക്യങ്ങൾ, 15-ാം അധ്യായം. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. മനസ്സ് വെച്ചാൽ നിനക്ക്
കൽപ്പനകൾ പാലിക്കാൻ പറ്റും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. തീരുമാനിക്കുന്ന തീരുമാനം ആരുടേതാണ്? നമ്മുടേതാണ്. അടുത്തത്, അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുക്കാം. ഇഷ്ടമുള്ളത് നിനക്കെടുക്കാം എന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടത്തിനാണ് ഒന്നാം സ്ഥാനം, നിന്റെ തീരുമാനത്തിനാണ് വില. നിനക്ക് ചൂസ് ചെയ്യാം, നിനക്ക് തിരഞ്ഞെടുക്കാം. അടുത്ത വചനം, ജീവനും മരണവും മനുഷ്യന്റെ മുൻപിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, അതിനൊന്നാം സ്ഥാനം കൊടുക്കുന്ന പുസ്തകമാണ് ബൈബിൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ മാനിക്കുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ബൈബിൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദ ഫ്രീഡം ഓഫ് ചോയ്സ്. ദൈവം മനുഷ്യനെ അങ്ങനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇന്നായിരിക്കുന്നത്, ഞാനിപ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്നത് അനേക തീരുമാനങ്ങളുടെ ഫലമായിട്ടാണ്. അനേക തീരുമാനം ഞാൻ എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മുൻപിലിരിക്കുന്നത്. നിങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് അനേക തീരുമാനങ്ങൾ അതിൻ്റെ ഫലമായിട്ടാണ്. എന്ന് വെച്ചാൽ പലരും പറയാറുണ്ട്, ഓ അതെൻ്റെ തലവരെയാണ്, ഓ അതങ്ങനെ എൻ്റെ വിധിയായിപ്പോയി, ഓ ഞാൻ അങ്ങനെ ആയിപ്പോയി, എനിക്ക് ഗതി പിടിക്കത്തില്ല, ഞാനിങ്ങനെ ആയി. കഴിഞ്ഞ ദിവസം ഒരാൾ ഇവിടെ വന്ന്, നമ്മുടെ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു, വർക്കുണ്ടായിരുന്നു. ആ വർക്കിൽ ഇങ്ങനെ സിമെൻറ്റ് പണിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ നോക്കി. അപ്പോൾ അദ്ദേഹത്തിൽ ഒരു പ്രത്യേകത കണ്ടിട്ട് ഞാൻ ചോദിച്ചു, എന്താ പേരൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പറയണം, അദ്ദേഹം BSc മാത്സ് കാതോലിക്കറ്റ് കോളേജിൽ പഠിച്ചതിന് ശേഷം വന്ന് സിമെൻറ്റ് പണി ചെയ്യുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ ഇത്രയും പഠിച്ചിട്ട് എന്താ ബാക്കിയോടെ പഠിക്കാൻ? ഓ പറ്റിയില്ല അച്ഛാ. അപ്പോൾ ഞാൻ ചോദിച്ചു, വൈഫ് വന്ന് നിൽപ്പുണ്ട്, ഭക്ഷണം കൊണ്ട് വരുന്നതാണ്. വൈഫിനോട് കണ്ടപ്പോൾ വൈഫ് പറഞ്ഞു, ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസാണ്. BSc കമ്പ്യൂട്ടർ സയൻസ്, BSc മാത്സ്, ഇങ്ങനെ സിമെൻറ്റ് പണി നല്ലതാണ്, നല്ല പണിയാണ്. അതിനൊരു കഴിവ് വേണം, അതിനൊരു ആർട്ട് വേണം. പക്ഷേ ഞാൻ ചോദിച്ചു, ഇത്രയും പഠിച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് എന്താ ജീവിതത്തിൽ കുറച്ചുകൂടി ഒന്ന് മെച്ചമായൊരു ജീവിതാവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങളെ ഉയർത്താമായിരുന്നില്ലേ? അപ്പോൾ അപ്പൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞു, തലവര അച്ഛൻ, പഠിത്തമൊക്കെ ഉണ്ടല്ലോ, തലവര ഇതാണെന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ജീവിതത്തെ പഴി പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. ബൈബിൾ പക്ഷേ അതല്ല പഠിപ്പിക്കുന്നത്. ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതഘട്ടങ്ങളിൽ എവിടെയോ ഈ മനുഷ്യൻ സ്വയം എടുത്ത ചില തീരുമാനങ്ങൾ അവനെ അങ്ങനെ ആക്കിയതാണ്. ദ ഫ്രീഡം ഓഫ് ചോയ്സ്. കാരണം എന്താണെന്നറിയാമോ? ബൈബിൾ പറയും, ദൈവം ഒരിക്കലും പക്ഷപാതം ചെയ്യില്ല. ദൈവം പക്ഷപാതം ചെയ്യില്ല. മനുഷ്യൻ പക്ഷപാതം കാണിക്കും. മനുഷ്യന് ചിലരെ ഇഷ്ടമാണ്, ചിലർ താല്പര്യക്കുറവാണ്, ചിലരോട് കൂടുതൽ സ്നേഹം കാണിക്കും, ചിലരോട് കുറച്ച്, അത് മനുഷ്യൻ്റെ രീതിയാണ്. പക്ഷേ ദൈവം അങ്ങനെയല്ല. സഭാപ്രസംഗകൻ്റെ പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനം, ഉത്തമഗീതം എന്നൊരു പുസ്തകത്തിന് തൊട്ട് മുൻപിലാണ് സഭാപ്രസംഗകൻ്റെ പുസ്തകം. ആ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വായിക്കാം, മിലേന വായിക്കും. ഞാൻ കണ്ടത് ഇതാണ്, ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ എങ്ങനെയാ സൃഷ്ടിച്ചത്? സരളഹൃദയൻ. തലവര ഇതാണെന്ന് കരുതി സൃഷ്ടിച്ചല്ല. ദൈവം സൃഷ്ടിച്ചത് സരള ഹൃദയനായി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ഒരു നിർമ്മലമായൊരവസ്ഥ. അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എല്ലാം ശേഖരിച്ച് വെക്കാനുള്ള ഒരു കൃപയോടുകൂടിയാണ് ദൈവം അവനെ സൃഷ്ടിച്ചത്. സരള ഹൃദയനായി സൃഷ്ടിച്ചു. അടുത്ത വചനം, എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. ഇതെൻ്റെ തലവരെയാന്ന് വിധി എഴുതരുത്. അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾക്ക് കാരണം അത് അവൻ്റെ തന്നെ കയ്യിലിരിപ്പാണ്. എന്ന് വെച്ചാൽ അവൻ ജീവിതത്തിൽ എടുത്ത ചില തെറ്റായ തീരുമാനങ്ങൾ, അവൻ്റെ ജീവിതത്തിൽ അവൻ എടുത്തതായ ചില തീരുമാനങ്ങൾ, അവന് കിട്ടിയ ചില അവസരങ്ങളെ
അവന് കിട്ടിയ ചില പ്രകൃതിയുടെ അവസ്ഥകളെ, അവന് കിട്ടിയ ചില ബന്ധങ്ങളെ, അവൻ്റെ കഴിവുകളെ അവൻ ഗുണപരമായി ഉപയോഗിക്കാതിരുന്നതിൻ്റെ പേരിൽ അവന് വന്നു പറ്റിയതാ ഇത്. കാരണം ദൈവം പക്ഷപാതം കാണിക്കില്ല. ദൈവം എല്ലാവരെയും സരളഹൃദയനായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബൈബിളിൻ്റെ പാഠം ഇതാ. ലോകം പലതും പറഞ്ഞേക്കാം, ഇനിയും രക്ഷയില്ലെന്ന് പറഞ്ഞ് കൈനോട്ടം നടത്തി വിധി എഴുതി ഈ വഴിയിലൂടെ പോക്കോ, നീ ഇവിടെ എത്തത്തുള്ളൂ എന്നൊക്കെ വിധി എഴുതിയേക്കാം. അങ്ങനെയല്ല. ബൈബിൾ പറയുന്നത് ദൈവം നിന്നെ സൃഷ്ടിച്ചത് സരളഹൃദയനായിട്ടാണ്. നീ എങ്ങനെ നിൻ്റെ സാഹചര്യങ്ങളെ ഗുണപരമായി തിരഞ്ഞെടുക്കും? ഈ തിരഞ്ഞെടുപ്പ്, ദ ഫ്രീഡം ഓഫ് ചോയ്സ്, ജീവനും മരണവും നിന്റെ മുമ്പിലാണ് വെച്ചിരിക്കുന്നത്. ഇഷ്ടമുള്ളത് നിനക്കെടുക്കാം, ഇഷ്ടമുള്ളത് നീ തീരുമാനിക്കുക. ദൈവം കൂടെ നിൽക്കും, ദൈവം സഹായിക്കും. കാരണം ദൈവം നീതിമാനായ ദൈവമാണ്. ഒരിക്കലും ഒരു കൊച്ചു വന്നിട്ട് എന്നെ പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണേ. എന്താ? ഫിസിക്സ് പരീക്ഷ. ഞാൻ പറഞ്ഞു, നീ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, പഠിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ കുഞ്ഞെ കർത്താവ് എങ്ങനെയാണ് നിന്നെ സഹായിക്കുന്നത്? നീതിമാനായ ദൈവം, നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നീ നിൻ്റെ അവസരത്തെ, കഴിവിനെ ഗുണപരമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നീതിമാനാണ്, നീ ജയിക്കുക തന്നെ ചെയ്യും. സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് ഫ്രീഡം ഓഫ് ചോയ്സ് തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് അവസരം, തിരഞ്ഞെടുക്കാനുള്ള അവസരം തന്നിട്ടുണ്ട്. കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ സ്വയം ഈ നിത്യത തിരഞ്ഞെടുക്കണം. ദൈവം നമ്മുടെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ജീവൻ തിരഞ്ഞെടുക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 23-ാം തിരുവചനം പറയും, ജ്ഞാനം 1:23, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ഭൂമി കൊണ്ട് കെട്ടടങ്ങേണ്ടതല്ല നമ്മുടെ ജീവിതം. പലരും പറയും, ഓ ഈ ജീവിതം കൊണ്ട് തീരും, ഈ ഭൂമി കൊണ്ട് തീരാനാ, ഇവിടെ തന്നെയാണ് സ്വർഗം, ഇവിടെ തന്നെ നരകം, ഇങ്ങനെയൊക്കെ കരുതുന്നവരുണ്ട്. പക്ഷെ ദൈവം പറയാണ്, നോ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അനശ്വരതയ്ക്ക് വേണ്ടിയിട്ടാണ്. തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിലാണ് ദൈവം മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ദ ഫ്രീഡം ഓഫ് ചോയ്സ്. മറക്കരുത്, ഇതൊരു ആമുഖമായിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ഡിസിസീവാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി, തിരഞ്ഞെടുക്കുന്ന കൂട്ട്, തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങൾ, കൂട്ടുകാർ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ഫ്രീഡം ഓഫ് ചോയ്സ്, ഇത് വളരെ ഡിസിസീവാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിൽ ഒരു പ്രധാനമായ തിരഞ്ഞെടുപ്പാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. മതഭക്തനായിട്ട് ജീവിക്കണോ, ആത്മീയനായിട്ട് ജീവിക്കണോ? വേണമെങ്കിൽ നമുക്ക് ഒരു മതഭക്തനായിട്ട് ജീവിച്ചു, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ. ഇല്ലെങ്കിൽ ഒരു ശിഷ്യത്വത്തിൻ്റെ വഴിയിലൂടെ, ഡിസിപ്ലിനിലൂടെ ജീവിക്കാം. ഇതാണ് ബൈബിളിൻ്റെ പ്രധാന ഒരു തിരഞ്ഞെടുപ്പ്. നമ്മളൊരു ഈ തിരഞ്ഞെടുപ്പുണ്ട്. ഈ ഒരു വേർകൃത്യം മനസ്സിൽ സൂക്ഷിക്കണം. ഇത് വളരെ സട്ടിലായിട്ടുള്ള ഒരു വേർകൃത്യമാണ്, ഒരു തിരഞ്ഞെടുപ്പാണ്. വളരെ സൂക്ഷ്മമായ ഒരു അതിർവരമ്പാണിത്. അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തത നമുക്കുണ്ടാകണം. നമ്മൾ മതഭക്തരായി ജീവിച്ച്, അനുഷ്ഠാനങ്ങളിൽ മാത്രം കുടുങ്ങി ജീവിച്ച്, ഇത്ര ബൈബിൾ വായിച്ചു, ഇത്ര ജപമാല ചൊല്ലി, ഇത്ര പ്രാർത്ഥിച്ചു, ഇത്ര മണിക്കൂർ ഇരുന്നു, ഇങ്ങനെ കണക്ക് കൂട്ടി നമ്മൾ കരുതി നമ്മൾ സ്പിരിച്വലാണെന്ന്. ഈശോ ആഗ്രഹിക്കുന്നത് അതല്ല. അത് വേണം. ഈശോ പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. സിനഗോഗിൽ പോയില്ലേ? പോയി. പെരുന്നാളിന് കൂടിയില്ലേ? കൂടി. പതിവ് പോലെ അവൻ തിരുനാളിന് പോയി. അവനതെല്ലാം ചെയ്തു. അവൻ സിനഗോഗിൽ പോയി, പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ദശാംശം കൊടുത്തു, നികുതി കൊടുത്തു, അവൻ എല്ലാ അനുഷ്ഠാനങ്ങളും നടത്തി. പക്ഷേ അവൻ്റെ അവസാനം നിത്യതയിൽ അവൻ സ്വർഗത്തിലേക്ക് കരേറി. അതുകൊണ്ട് ഇതനുഷ്ഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മീയ മണ്ഡലത്തെ നമ്മൾ തിരിച്ച് അറിയണം. അതുകൊണ്ട് നമ്മൾ 2 പാഠങ്ങൾക്കുള്ള സമയമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ചർച്ച നമ്മൾ തീർക്കും. നമുക്ക് 8:30 എല്ലാ ശുശ്രൂഷകളും സമാപിപ്പിക്കാം. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തതാണ് ഏദൻ തോട്ടത്തിൽ 2 വൃക്ഷങ്ങൾ നിന്നു. ഒന്ന് ദ ട്രീ ഓഫ് ലൈഫ്, 2 ദ ട്രീ ഓഫ് നോയിങ് ഗുഡ് ആൻഡ് ഈവിൾ. ജീവൻ്റെ വൃക്ഷം നിന്നു, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം നിന്നു.
ജീവൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് ആത്മീയതയാണ്. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് അത് മതാത്മകതയാണ്. എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും നമുക്ക് അറിയാം, എല്ലാം അറിയാം. ധ്യാനം കൂടി വചനം കേട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ ഈ അറിവ്, ആദാം അത് ഭക്ഷിച്ചു, അവൻ മരിച്ചു. ഹവ്വ അത് ഭക്ഷിച്ചു, അവൾ മരിച്ചു. ഇതാണ് റിലീജിയോസിറ്റി, മതാത്മകത. ബൈബിൾ നമുക്ക് നന്നായി അറിയാം, കൃത്യമായി തിരുത്തലുകൾ തരാൻ നമുക്കറിയാം. കുഞ്ഞുങ്ങളെ നമ്മൾ ശരിയും തെറ്റും അറിയിച്ചാണ് വളർത്തുന്നത്. കുഞ്ഞുങ്ങൾ ചെന്ന് തീയിൽ തൊട്ടാൽ നമ്മൾ ഉടനെ പറയും നോ. കുഞ്ഞുങ്ങളെ തിരിച്ചറിയിപ്പ് കൊടുക്കും, കുഞ്ഞേ അപകടമാണ്. കുഞ്ഞുങ്ങൾ മുറ്റത്തൊട്ടെടുത്തിയാണ് നമ്മൾ നോ, ചാടല്ല. കുഞ്ഞുങ്ങൾ ചെയ്യരുതാത്ത അത് എന്തെങ്കിലും അഴുക്കൊക്കെ എടുത്ത് കഴിക്കാൻ നേരത്ത് നമ്മൾ കൈക്കെടുത്തിട്ടും നോ. നമുക്ക് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുകയാണ് ശരിയേത് തെറ്റേത്. അങ്ങനെ പരിശീലിപ്പിച്ച് എല്ലാം അറിഞ്ഞു വരുന്നിട്ടും ഈ കുഞ്ഞിൻ്റെ ആത്മാവ് പലപ്പോഴും നഷ്ടമാകുന്ന ഒരവസ്ഥയുണ്ട്. എന്തെല്ലാം ഡിസിപ്ലിൻ, എന്തെല്ലാം അച്ചടക്കത്തിലൂടെ കുഞ്ഞിനെ വളർത്തുന്നത്. പക്ഷേ ഇത്രയും ശ്രദ്ധയോടെ പഠിപ്പിച്ചിട്ടും ഈ കുഞ്ഞിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്ന് പല മാതാപിതാക്കളും സങ്കടപ്പെടാറുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അറിവിൻ്റെ വൃക്ഷമല്ല. സ്കൂളിലെ അറിവുണ്ട്, ലോകത്തെക്കുറിച്ചറിയാം, നല്ല കളികളെക്കുറിച്ചറിയാം, പാട്ടിനെക്കുറിച്ചറിയാം, എക്സ്ട്രാ ട്യൂഷൻ കൊടുത്ത് പല ടാലൻറ്റുകളും വളർത്തും കുഞ്ഞുങ്ങളെ. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ജീവൻ്റെ വൃക്ഷത്തിലേക്ക് ഇത് നഷ്ടമായാൽ പോയി. വേറൊരു വൃക്ഷം ഇവിടെയുണ്ട്, അതാണ് ജീവൻ്റെ വൃക്ഷം. പക്ഷേ ഈ വൃക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട്. അതാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചത്. ഈ വൃക്ഷത്തിന് ചുറ്റും മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷം ദൈവം ഈ വൃക്ഷത്തിന് ചുറ്റും കെരൂബ് മാലാഖയെ ഏർപ്പെടുത്തി. ഈ മാലാഖയുടെ കയ്യിൽ കറങ്ങുന്ന ഒരു വാളുണ്ട്. ഈ വാൾ ഈ ജീവൻ്റെ വൃക്ഷത്തെ കൈനീട്ടുന്നവരെല്ലാം മുറിക്കും. മുറിവേൽക്കാതെ ഈ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, തന്നെ പരിത്യജിക്കാതെ, തൻ്റെ കുരിശുമെടുത്ത് വരാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല, എൻ്റെ ശിഷ്യനായിരിക്കാൻ പറ്റില്ല. സ്നേഹമുള്ളവർ, ഈ ജീവൻ്റെ വൃക്ഷമെന്ന് പറയും, ഇതാണ് ലൈഫ് ഗിവിങ്. ഒരു പള്ളിയിൽ എല്ലാ അനുഷ്ഠാനങ്ങളുമുണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവില്ലാതെ പോയാൽ, പ്രാർത്ഥന ചൈതന്യമില്ലാതെ പോയാൽ ഈ പള്ളി ഡെഡായി. മരണം ആദാമിന് ഹവ്വായ്ക്ക് സംഭവിക്കും. പക്ഷേ ഈ പള്ളിയിൽ ഈ ട്രീ ഓഫ് ലൈഫ്, പക്ഷെ ഇത് വേദന നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ മാതൃവേദിയോട് പറയും, അമ്മമാരെ വന്ന് വെള്ളിയാഴ്ച ഒന്ന് പ്രാർത്ഥിക്കുക, വരികയില്ല. കാരണം അത് കെരൂബിൻ്റെ വാള് മുറിക്കുന്ന ഒരു വിഷയമാണ്. അത് നമ്മുടെ ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന, ആദാമ്യ അംശത്തെ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ഇച്ഛാശക്തികളെ, നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കുന്ന ഒരു കാര്യമാണ്. വേദനയാണ്, സഹനമാണ്, പറ്റില്ല. അതുകൊണ്ട് ഇതേ മാറ്റിവെക്കാൻ പറ്റൂ. വീട്ടിൽ ഗസ്റ്റ് വന്ന് മാറ്റിവെക്കാൻ പറ്റുമോ? കൊച്ചിന് പനിയായി മാറ്റിവെക്കാൻ പറ്റുമോ? വീട്ടിലെ തിരക്ക്, കോമഡി ഉത്സവങ്ങൾ മാറ്റിവെക്കാൻ പറ്റില്ല. ആകെപ്പാടെ മാറ്റിവെക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, പ്രാർത്ഥന മാറ്റിവെക്കുക, ഒരു പ്രശ്നമില്ല. ഇതാണ് മുറിവെന്ന് പറയുന്നത്. ഇത് കെരൂബിൻ്റെ വാളാണ്. ഈ വാള് നമ്മളെ മുറിപ്പെടുത്തും. നമ്മുടെ ഫ്ലഷ്, നമ്മുടെ ശരീരത്തെ, ജഡത്തെ മുറിപ്പെടുത്തും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാമോ? ജീവൻ. അതുകൊണ്ടാണ് ഈശോ കുരിശിൽ മരിച്ച് ഈ ജീവനദി പുറപ്പെടുവിച്ചു. പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. പൗലോസ് ശ്ലീഹയുടെ മണ്ടയ്ക്ക് മുകളിൽ ഈ വാൾ വീണു. പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് പൗലോസ് ശ്ലീഹയുടെ ലേഖനം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവൻ ഇത് മുറിപ്പെടുത്തും. അതുകൊണ്ടാണ് ആത്മീയത മാത്രമേ ജീവൻ തരൂ. പക്ഷേ ഒരു മുറിവുണ്ട്, ഒരു സഹനമുണ്ട്, ഒരു വേദനയുണ്ട്. ഇതൊരു വരമാണ്, സഹനത്തിൻ്റെ വരം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു പാഠം, കായേനും ആബേലും. ബൈബിളിലെ മുഴുവൻ പാഠങ്ങളും ഇങ്ങനെയാണ്. ഈ മതാത്മകതയും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസമാണ്. കായേൻ ദൈവത്തിന് ബലിയർപ്പിച്ചു,
ആബേലും ദൈവത്തിന് ബലിയർപ്പിച്ചു. കായേൻ ദൈവത്തിന് ബലിയർപ്പിച്ചത് എന്താണ്? സൺഡേ സ്കൂളിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട്, കാച്ചിലും ചേനയും കപ്പയും. അപ്പോൾ എന്തുകൊണ്ടാണ് കായേൻ്റെ ബലി സ്വീകരിക്കാതിരുന്നത്? സൺഡേ സ്കൂൾ ടീച്ചറിന് അറിയാത്തത് കൊണ്ടോ എന്തോ അന്ന് എന്നെ പഠിപ്പിച്ചത് അത് എലി കരണ്ടതും പാറ്റാ തിന്നതുമായിരുന്നു. പക്ഷേ അതല്ല ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്. ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് വെക്കാത്തതൊന്നും പഠിക്കരുത്. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കായേൻ ഈ ആദ്യ വിളവ് സമർപ്പിച്ചപ്പോൾ തൻ്റെ കൃഷിയുടെ ഒരു ഭാഗമാണ്, കൃഷിയുടെ ഒരു ഭാഗം, അല്ലാതെ എലി കരണ്ടതൊന്നുമല്ല സമർപ്പിച്ചത്. അവൻ കൃഷിയുടെ ഒരു ഭാഗം. ആബേലും തൻ്റെ കടിഞ്ഞൂലിൽ ഒരു ആട്ടിൻകുട്ടി എടുത്ത് അതിൻ്റെ കൊഴുത്ത ഭാഗങ്ങൾ കർത്താവിന് സമർപ്പിച്ചു. ഇത് രണ്ടും രണ്ട് പ്രതീകങ്ങളാണ്. എന്ത്? കായേൻ മതാത്മകതയുടെ പ്രതീകം, ആബേൽ ആത്മീയതയുടെ പ്രതീകം. എന്താണ് ഇത് രണ്ടും രണ്ടാണെന്ന് പറയാൻ കാര്യം? നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ജീവിതത്തിൻ്റെ സമർപ്പണങ്ങളെ മനസ്സിലാക്കാനാണ്. കായേൻ ബൈബിൾ നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിലാണ്. അതിൻ്റെ 5-ാം വാക്യം വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. എന്തുകൊണ്ടാണ് ദൈവം കായേൻ്റെ ബലി സ്വീകരിക്കാതിരുന്നത്? ബൈബിൾ എഴുതി വച്ചിരിക്കുകയാണ്. അത് എലി കരണ്ടത് കൊണ്ടല്ല, അത് ശുഷ്കിച്ചിരുന്നത് കൊണ്ടല്ല. ദൈവം ഈ കായേനിൽ പ്രസാദിച്ചിട്ടേ കായേൻ്റെ കാഴ്ചകളിൽ പ്രസാദിക്കുകയുള്ളൂ. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ദൈവം ആദ്യമേ പ്രസാദിക്കുന്നത് ഒരുവൻ്റെ ഹൃദയത്തിലാണ്, ഒരുവൻ്റെ ജീവിതത്തിലാണ്. നമ്മളിപ്പോൾ ഈ ആരാധന നടത്തും, ഇത് ദൈവം സ്വീകരിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുന്നതെന്നറിയാമോ? കഴിഞ്ഞ ആഴ്ചത്തെ ആരാധന തൊട്ട് ഈ ആഴ്ച വരെ, കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഈ ചൊവ്വാഴ്ച വരെ നമ്മൾ വീട്ടിൽ എങ്ങനെ ജീവിച്ചു എന്നതിനെ ആശ്രയിച്ചാണ് ഈ ആരാധന ഇതിന് മുകളിലോട്ട് പോകുമോ ഇല്ലയോ എന്നറിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു പ്രധാന കാര്യമാണ്. ദൈവം ആദ്യമേ സ്വീകരിക്കുന്നത് നമ്മുടെ കാഴ്ചകളിലല്ല, മറിച്ച് ദൈവം കായേനിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും പ്രീതിപ്പെട്ടു. ബൈബിളിൽ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. ദൈവം നോക്കുമ്പോൾ ബെന്യച്ചൻ ഇത്രയും പ്രസംഗിക്കുന്നു, ഇത്രയും കാര്യങ്ങൾ ആരാധന, ഇത് ദൈവം ഇതിന് മുകളിലോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തീരുമാനം എങ്ങനെയാണെന്ന് അറിയാമോ? കഴിഞ്ഞ ചൊവ്വാഴ്ച തൊട്ട് ഈ ചൊവ്വാഴ്ച വരെ ഈ ബെന്യച്ചൻ എങ്ങനെ ജീവിച്ചു. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത വചനം, ദൈവം ആബേലിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും പ്രീതിപ്പെട്ടു. ദൈവം ആദ്യമേ ആബേലിലേക്കാണ് നോക്കിയത്. കായേനെ നോക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി അവൻ്റെ ഹൃദയം പോരാ. സ്നേഹമുള്ളവരെ, മതാത്മകതയിൽ പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. മതാത്മകതയിൽ പലപ്പോഴും ദൈവം നോക്കുമ്പോൾ പുറമേ കാഴ്ചയെല്ലാം ഉണ്ട്, പ്രാർത്ഥനയെല്ലാം ഉണ്ട്, പക്ഷേ ഉള്ള് പൊള്ളയാണ്, ഉള്ള് പ്രീതികരമല്ല. അവൻ്റെ മനസ്സിൽ മുഖം വാടാനുള്ള സാധ്യതയുണ്ട്, അവൻ്റെ ഹൃദയത്തിൽ അസൂയ നിറയാൻ സാധ്യതയുണ്ട്, സഹോദരനോടുള്ള പക അവൻ്റെ ഹൃദയത്തിലുണ്ട്, വയലിൽ വെച്ച് അവനെ തല്ലിക്കൊല്ലാൻ വേണ്ടി അവൻ ഒരുമ്പിട്ടിരിക്കുകയാണ്. ദൈവം അത് ചോദിക്കുന്നുണ്ട്, കായേൻ എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്നെ പിടികൂടാൻ പതിയിരിക്കുന്നെന്ന് നീ അറിയുന്നില്ലേ? എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവം നോക്കിയപ്പോൾ കായേൻ്റെ ഹൃദയത്തിൽ ചിലരോട് ദേഷ്യം, നീരസം, കായേൻ്റെ ഹൃദയത്തിൽ ചിലരോട് അസൂയ, അവൻ്റെ മുഖം വാടാൻ, പെട്ടെന്ന് മുഖം വാടുന്ന ഒരു സ്വഭാവം അവൻ്റെ ഹൃദയത്തിലുണ്ട്. പക്ഷെ കയ്യിലിരിക്കുന്നത് നല്ല കാച്ചിലും ചേമ്പും ഒക്കെയാണ്, മുഴുത്തത് കൊഴുത്തത്. കർത്താവ് പറഞ്ഞു, മോനെ അതവിടെ വെച്ച്. ദൈവത്തിന് വേണ്ടത് നമ്മുടെ ഹൃദയം. അതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റി എപ്പോഴും ഇറ്റ് ഫോക്കസസ് ഓൺ അവർ ഹാർട്ട്. അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോഴും ഒരു 3-4 പേരുടെ ഹൃദയത്തിൻ്റെ നൈർമല്യത്തിൽ ദൈവം വളരെ സന്തോഷിക്കും. പലരുടെയും ഹൃദയം ശുദ്ധമല്ല. പണത്തോടുള്ള ബന്ധം, ജീവിതസഖിയോടുള്ള ബന്ധം, പള്ളിയോടുള്ള ബന്ധം, ജഡത്തോടുള്ള നമ്മുടെ താല്പര്യം, ഇത് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വകാര്യമായി ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന നമ്മുടെ ചില സുഖങ്ങൾ, ഇതറിയുന്ന ഒരു ദൈവമുണ്ട്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധിയാണ്, ഹൃദയത്തിൻ്റെ നൈർമല്യമാണ്, നിഷ്കളങ്കത. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, കുഞ്ഞുങ്ങളെ നോക്ക്, അവർക്കാണ് ദൈവരാജ്യം. കുഞ്ഞുങ്ങൾക്ക്, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ,
കാപട്യങ്ങളില്ല, വെച്ചുകെട്ടലുകളില്ല, മുഖം മൂടികളില്ല, ആവരണങ്ങളില്ല. വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമുണ്ട്. ഇതാണ് ഈ നൈർമല്യം. അതുകൊണ്ടാണ് ദൈവം ഈ സ്പിരിച്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്നേഹമുള്ളവർ, നമ്മൾ ഒത്തിരി കാഴ്ചകളൊന്നും സമർപ്പിക്കാൻ ബന്ധപ്പെട്ടില്ലെങ്കിലും ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാതെ നമ്മൾ കരുതും കുറേ കാഴ്ച വെച്ചത് കൊണ്ട് നമ്മളൊക്കെ സ്വീകരിക്കപ്പെടുമെന്ന്. ദൈവം പ്രസാദിക്കുന്നത് നമ്മളുടെ ഹൃദയങ്ങളിലാണ്. അവിടുന്ന് അത് വ്യക്തമായി കാണുന്നു. കഴിഞ്ഞൊരാഴ്ച നാം ജീവിച്ചതനുസരിച്ചാണ് നമ്മുടെ കയ്യടി കർത്താവ് സ്വീകരിക്കുന്നത്. കൈകൊട്ടി പാടുമ്പോൾ ഈ പാട്ട് സ്വീകരിക്കണമെങ്കിൽ കഴിഞ്ഞൊരാഴ്ചയിൽ ഞാൻ ഉപയോഗിച്ച വാക്കുകൾ, ഞാൻ ചിന്തിച്ചു കൂട്ടിയ എൻ്റെ ചിന്തകൾ, ഭാവനകൾ, എൻ്റെ ബന്ധങ്ങളിൽ ഇതിൻ്റെ വിശുദ്ധി, എൻ്റെ മനസ്സിൽ ഞാൻ മാത്രം കാണുന്ന എൻ്റെ സ്വകാര്യമായ സ്വാർത്ഥതകൾ, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റി ഇറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനാണ് ഇമ്പോർട്ടൻസ്. ഇതാണ് ജീവൻ്റെ വൃക്ഷം. ഇവിടെയാണ് ലൈഫുള്ളത്. ഇല്ലെങ്കിൽ ഫരീസയർ കരുതി അതുവരെ വ്യഭിചാരം പ്രവൃത്തിയിൽ ചെയ്യുന്നതാണ് തെറ്റ്. ഈശോ പറഞ്ഞു, നോ, ആസക്തിയോടെ നീ ഒന്ന് നോക്കിയാൽ മതി. നിന്റെ ഹൃദയത്തിൽ നീ ബെഡ് പങ്കിടണ്ട, നീ പോയി ബെഡൊന്നും പങ്കിടണ്ട. ഹൃദയത്തിൽ ഈ ഒരു ചിന്ത നീ സൂക്ഷിച്ചുകൊണ്ട് നടന്നാൽ നീ വ്യഭിചാരം ചെയ്തു. ഫരീസയർ കരുതി കത്തിയെടുത്തൊരുത്തനെ കുത്തുന്നതാണ് കൊലപാതകം. ഈശോ പറഞ്ഞു, നോ, നീ സഹോദരനെ പോഴ എന്നൊന്ന് വിളിച്ചാൽ മതി മനസ്സിൽ, നീ കൊലപാതകിയാ. അയ്യോ, സ്പിരിച്വാലിറ്റി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലൈഫ് ഇല്ലെങ്കിൽ വി വിൽ എൻഡ് അപ്പ് ഇൻ ഹെൽ. മരിക്കുമ്പോൾ നരകത്തിൽ ചെന്ന് വീഴുമെന്ന് എൻ്റെ ഈശോയെ. പ്രിയപ്പെട്ടവരെ, അനുദപിച്ചാൽ കുറ്റബോധമുണ്ടാകാനല്ല ഇത് പറയുക. അനുദപിച്ചാൽ കർത്താവെല്ലാം മറക്കും. മറന്നാലൊരു ഗുണം എന്താണെന്നറിയാമോ? ഇതുവരെയും പാപം ചെയ്യാത്ത ഒരാളെ കണക്ക് നമ്മളെ ഈശോ കാണും. കുമ്പസാരത്തിലെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ ഇത്രയും നാൾ ഒരു പാപവും ചെയ്യാത്ത മാമോദീസായിലെ നിർമ്മല കുഞ്ഞിനെ കണക്കെ വെള്ള ആ ടർക്കിക്കകത്ത് പൊതിഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞിനെ ത്രോണോസിന് ചുറ്റുമൊക്കെ മുത്തിച്ചിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കത്തില്ലേ? മൂറോനൊക്കെ മുക്കി വളർത്തച്ഛൻ്റെ കയ്യിൽ, തലത്തൊട്ടപ്പൻ്റെ കയ്യിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന് ഒരു നൈർമല്യമില്ലേ? ഒരു മൂറോൻ്റെ മണം, ഒരു നിർമ്മലത. അതുപോലെ കാണും നിന്നെ ഈശോ. ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത ആളായിട്ട് കാണും. അതുകൊണ്ട് കുറ്റബോധം വേണ്ട, ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു പാഠത്തിൽ നമ്മൾ പുതിയ നിയമത്തിലെ നല്ല സമറായം, പുതിയ നിയമത്തിലെ ഒരു പാഠം കൂടെ കാണും. നല്ല സമറായം, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വാക്യം. ഇതിനകത്ത് മതത്തിൻ്റെ ആളുമുണ്ട്, ആത്മീയ ആളുമുണ്ട്. നല്ല സമറായൻ ആത്മാവിൻ്റെ ആളാണ്. എന്നാൽ പുരോഹിതനും ലേവായനും മതത്തിൻ്റെ ആളാണ്. ഉത്തരം ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തീർക്കാം. ഒരു മനുഷ്യൻ തകർന്നു തരിപ്പണമായി അടിച്ച് തകർക്കപ്പെട്ട് കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട് മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടക്കുക. അവൻ്റെ ജീവനും സ്വത്തും മുഴുവനും അപഹരിക്കപ്പെട്ടു. തകർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ, ജീവൻ മാത്രം അല്പമുണ്ട്. അവൻ്റെ അടുത്തേക്ക് പുരോഹിതനും ലേവായനും വന്നപ്പോൾ അവർ ചിന്തിച്ചു, ഞാൻ ഇവനെ തൊട്ടാൽ എനിക്ക് എന്നാ പറ്റും? ഇതിൻ്റെ പേരാണ് മതാത്മകത. ഞാൻ ഇവനെ തൊട്ടാൽ എനിക്ക് എന്നാ പറ്റും? ഇങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ ഉപരിപ്ലവമായി ജീവിക്കും. ജീവിതത്തിന് ചില റിസ്കുകൾ ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ. ഞാൻ ഒരാളെ സഹായിച്ചാൽ, ഞാൻ പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ വീട്ടിൽ നിന്ന് പോയാൽ, ഞാൻ ഒരു ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട എനിക്ക് എന്തെങ്കിലും പറ്റുമോ? ഇങ്ങനൊരു ചിന്ത എന്നെ ആകുലപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരാണ് മതം. എന്നാൽ സമറായക്കാരൻ എന്താ ചിന്തിച്ചെന്നറിയാമോ? ഞാൻ ഇവനെ തൊടാതിരുന്നാൽ, ഞാൻ ഇവൻ്റെ മുറിവ് വെച്ച് കെട്ടാതിരുന്നാൽ ഇവൻ എന്നാ പറ്റും? ഇതാണ് സ്പിരിച്വാലിറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ബൈബിളിൻ്റെ എല്ലാ പാഠങ്ങളും ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നതാണ്. ഞാൻ ഇവനെ തൊടാതിരുന്നാൽ, എൻ്റെ പാവപ്പെട്ട പ്രിയപ്പെട്ട അനേക മനുഷ്യരെ ഈ കാലഘട്ടത്തിൽ ഐസൊലേറ്റഡ് ആയിട്ട് കഴിയുന്നുണ്ട്. അവനെ ഞാൻ തൊടാതിരുന്നാൽ അവൻ എന്നാ പറ്റും എന്നൊരു നോവ്, ഒരു നനവ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കത്തുന്നുണ്ടെങ്കിൽ, കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ,
വിശ്വസിച്ചു, യു ആർ സ്പിരിച്വൽ. ഇത് കണ്ടിട്ടും മനസ്സ് മരവിച്ചാണ് പോകുന്നതെങ്കിൽ, ശിലാതുല്യമായി യാതൊരു അനുഭവമില്ല. അതുകൊണ്ട് സുനിൽ ബ്രദറിനെ പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അത് ഇങ്ങനെ ചില ആളുകളൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കും. അത് പ്രാർത്ഥനയിൽ കുറേ വർഷങ്ങളായിട്ട് അനുഭവം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറൊക്കെ അറിയാവുന്ന പല ആളുകൾ വിളിച്ചിട്ട് പറയും, സങ്കടം പറയും. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയും, എൻ്റെ അച്ഛൻ ഒരു കേസുണ്ട്. ഞാൻ പറയും, എവിടുന്ന്? തൃശ്ശൂർക്ക് അപ്പുറത്തുനിന്ന് വിളിച്ചുകൊണ്ട് വരിക. ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം, അവർ വരുന്നത് വരെ സുനിൽ ബ്രദറിനൊരു ആദിയ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ച് ആശീർവാദം കൊടുത്ത് അവർക്ക് വേണ്ടുന്ന വെള്ളവും എണ്ണയും ഒക്കെ വെഞ്ചരിച്ച് കൊടുത്ത് അത് വിരിച്ച് അങ്ങ് ചെല്ലുന്നതും ഈ മനുഷ്യനൊരു ആദിയാണ്, വേദനയാണ്. ഞാൻ അവനെ തൊടാതിരുന്നാൽ അവനെന്നാ പറ്റും? ഈ ഒരു നനവുണ്ടല്ലോ പ്രിയപ്പെട്ടവർ, ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ ഒരു ഗുണം, ഒരു നന്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പാവപ്പെട്ട മനുഷ്യൻ, അവൻ്റെ ആത്മീയ കാര്യങ്ങൾ, അവൻ്റെ ജീവിതത്തിലെ തകർച്ചകൾ, നൊമ്പരങ്ങൾ, സങ്കടങ്ങൾ ഇത് കണ്ടിട്ട് എനിക്ക് എൻ്റെ ദൈവത്തെ വിളിച്ചിറക്കാൻ, അവന് വേണ്ടി കൈവിരിക്കാൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ, മുട്ടുമേ നിൽക്കാൻ ഒരു തോന്നലുണ്ടല്ലോ. ഉള്ള വരുമാനത്തിൽ ഒരു പങ്ക് ആരും അറിയാതെ അവൻ്റെ കയ്യിൽ തിരികെ വെച്ച് കൊടുക്കാനുള്ള ഒരു ആഗ്രഹമുണ്ടല്ലോ, ആരും അറിയാതെ. സ്നേഹമുള്ളവരെ, ഇതിൻ്റെ പേരാണ് ആത്മീയത. ഞാൻ അവനെ തൊടുന്നില്ലെങ്കിൽ അവനെന്തേലും പറ്റിപ്പോകുമോ? കരച്ചില. ഇവനെ പൊക്കിയെടുത്ത് കഴുതയുടെ പുറത്ത് വെച്ചിട്ട് സത്രത്തിൽ കൊണ്ടുപോയിട്ട് പറയാണ്, വീണ്ടും എന്തേലും വന്നാൽ ഞാൻ തന്നോളാം, തിരികെ വരുമ്പോൾ തന്നോളാം. അവൻ്റെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. ഇതാണ് സ്പിരിച്വാലിറ്റി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈശോ പഠിപ്പിക്കുന്ന പാഠം.